ഡാർവിൻ്റെ പരിണാമം. ഡാർവിൻ്റെ പരിണാമത്തിന് നമുക്കിപ്പോൾ പ്രസക്തിയില്ല. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചത് ഡാർവിൻ്റെ പരിണാമമാണ്. എന്നാൽ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും മുമ്പ് ജീവിച്ചിരുന്നതുമായിട്ടുള്ള എല്ലാ ജീവികൾക്കും പൊതുവായിട്ട് ഒരു പൂർവികനാണുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാം നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അതെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം സ്പേസ് സ്റ്റേഷൻ വരെയും കൊണ്ടുപോയി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ഗ്രന്ഥങ്ങളെല്ലാം. ഈ പറയുന്ന എല്ലാ ജീവൻ്റെയും പ്രധാന ഊർജ്ജം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ ഊർജ്ജമാണ് ഈ ജീവനെല്ലാം ജന്മം കൊടുത്തതും നിലനിൽപ്പിന് കാരണമായതും. അതായത് നമ്മൾ പണ്ട് ജീവനുണ്ടായ കാലഘട്ടത്തിലുണ്ടായിരുന്നത് പലതും ഇപ്പോൾ നമുക്ക് ഇല്ല. ഇപ്പോഴുള്ളത് അന്നുമില്ല. പക്ഷേ ജീവൻ്റെ നിലനിൽപ്പിന് കാരണം സൂര്യനാണെങ്കിലും സൂര്യൻ്റെ ഊർജം ആവശ്യമില്ലാതെ ജീവിക്കുന്ന ജീവികൾ നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ജീവൻ്റെ തുടക്കക്കാരെന്നാണ് പറയപ്പെടുന്നത്. അത് മത്സ്യവർഗത്തിൽപ്പെടുന്നവരാണ്. ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും നശിച്ചു പോയതുമായിട്ടുള്ള എല്ലാ ജീവിവർഗങ്ങൾക്കും പൊതുവായിട്ട് ഒരു ജീവനാണുള്ളതെന്ന് മനസ്സിലായതിന് ശേഷവും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ, ജാതിപ്പേരൊക്കെ പറഞ്ഞ് പണം ചോദിക്കൽ എന്തൊക്കെയാണ് നടക്കുന്നത്. കുട്ടിക്കാലത്ത് ഇവരെല്ലാം ഞങ്ങൾക്ക് സഹോദരങ്ങളായിരുന്നു. ഇപ്പോൾ മുതിർന്നപ്പോൾ ജാതിയായി, മതമായി, എന്താ പറയുക, നിലനിൽപ്പില്ലാതെ ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ 93 ജനിച്ചതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴേക്കും ആ കാലഘട്ടവും ഈ കാലഘട്ടമായിട്ട് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ എണ്ണം ഒരുപാട് പെരുകിയിരിക്കുന്നു. അത് മനസ്സിലാക്കി ഭരണകൂടം പ്രവർത്തിക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം.